Good afternoon. Good afternoon. Okay. So, നമ്മളെ ക്ലാസ്സില് പുതിയ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തായിരുന്നു അല്ലെ? എല്ലാവരും വായിച്ചു നോക്കിയായിരുന്നോ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ 1? ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തായിരുന്നു എല്ലാവരും? യെസ്. ഇന്ന് നമ്മള് സെക്കൻഡ് ചാപ്റ്ററിലേക്കാ പോകുന്നത്. ചാപ്റ്റർ 2 ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്, അതായത് ഹോസ്പിറ്റലിന്റെ ഒരു ചരിത്രം. പഴയ സ്റ്റേജിൽ നിന്ന് ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെട്ടത് വരെയുള്ള ഹോസ്പിറ്റലിന്റെ ചരിത്രമാണ് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നോക്കുന്നത്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് നോക്കിയേ. ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇറ BC to 500 AD. 500 AD 500 വരെയുള്ള ആദിമ ഹോസ്പിറ്റലിന്റെ ചരിത്രം. AD 500 വരെയുള്ള ആദിമ ഹോസ്പിറ്റലിന്റെ ചരിത്രം, അതാണ് ഫസ്റ്റത്തെ നമ്മൾ നോക്കുന്നത്. ഓക്കെ. Okay, early medical treatment was always recognized as religious services and ceremonies. പണ്ട് കാലത്ത് നമ്മള് ട്രീറ്റ്മെന്റ് എന്തിന് ബേസ് ചെയ്തിട്ടായിരുന്നു? റിലീജിയസ് സർവീസസ്, മതപരമായിട്ടുള്ള സേവനങ്ങൾ, ആൻഡ് സെറിമണീസ്, ചടങ്ങുകൾ. അപ്പൊ പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പണ്ട് വെച്ചാൽ നമ്മള് സിനിമയിലൊക്കെ ആണെങ്കിലൊക്കെ കണ്ടിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് എങ്ങനെയാ? നമ്മള് മന്ത്രവാദമൊക്കെ ചെയ്ത് മതപരമായി ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കുന്നതിനേക്കാളും എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്താണ്, ഒരു മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത്. ഓക്കെ. പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻ ഓർ മെഡിസിൻ മാൻ. അവിടുത്തെ ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത് ആരാ? പ്രീസ്റ്റ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ആരാ? പ്രീസ്റ്റ് ആരാ? പുരോഹിതൻ. പുരോഹിതന്മാരായിരുന്നു അന്നത്തെ ഫിസിഷ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓർ മെഡിസിൻ മെൻ അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്ന് പറയുന്നത് പ്രീസ്റ്റ് ആയിരുന്നു. അപ്പൊ അന്ന് എന്താ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തതൊക്കെ ആരാണ്? പ്രീസ്റ്റ് ആയിരുന്നു. ഓക്കെ, പ്രീസ്റ്റ് ആണ് ഫിസിഷ്യൻ അല്ലെങ്കിൽ മെഡിസിൻ മെൻ ആയിട്ട് ആക്ട് ചെയ്തത്. ഓക്കെ. Then caring for spirit, mind and body. നമ്മുടെ ആത്മാവിനെ പരിപാലിക്കുന്നവര്, മൈൻഡ്, നമ്മുടെ മനസ്സിനെ ആത്മാവിനെ ഒക്കെ കെയർ ചെയ്യുന്ന ഫിസിഷ്യൻ എന്ന് പറയുന്നത് ആരായിരുന്നു? പ്രീസ്റ്റ് ആണ്. ഓക്കെ. Then next sentence നോക്കിയേ. Priest or doctors came under the ruling classes with a great political influence. പുരോഹിതന്മാരും ഡോക്ടേഴ്സും ഒക്കെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു. ഓക്കെ. Priest or doctors came under ruling classes with a great political influence. ശക്തമായ ഭരണ സ്വാധീനമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. Temples or hospital were also meeting places. അവരുടെ മീറ്റിംഗ് പ്ലേസ് ഏതാ? ടെമ്പിൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആണ് മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫില് നമ്മൾ ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. Early medical treatment was recognized as religious services and ceremonies. പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു? മതപരമായിട്ടുള്ള ചടങ്ങുകളുടെയും സേവനങ്ങളുടെയും ഭാഗമായിരുന്നു പണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാം, സെയിം സെന്റൻസ് തന്നെ തരാം കേട്ടോ. Early the medical treatment was recognized as dash and dash. ഇതിനായിരുന്നു റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ്. മതപരമായിട്ടുള്ള സേവനങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു പണ്ട് കാലത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ആരാണ് ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത്? ആരാ? പ്രീസ്റ്റ്. അതും ചോദിക്കാം കേട്ടോ. Who act as physician in early era. ആരായിരുന്നു ഫിസിഷ്യൻ ആയിട്ട് അല്ലെങ്കിൽ മെഡിസിൻ മെൻ ആയിട്ട് ആക്ട് ചെയ്തത്? ആരാ?
പ്രീസ്റ്റ് ആണ്. പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻ. ആ പ്രീസ്റ്റ് എന്നുള്ളതിന്റെ അടിയിലും ഒന്ന് വരച്ചിടുക കേട്ടോ, അണ്ടർലൈൻ ചെയ്യുക. ഇനി പ്രീസ്റ്റ് ഓർ ഡോക്ടേഴ്സ് came under the ruling classes with a great political influence. ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഭരണവർഗത്തിന്റെ കീഴിലായിരുന്നു ആര്? പ്രീസ്റ്റും ഡോക്ടേഴ്സും വരുന്നത്. അവരുടെ മീറ്റിംഗ് പ്ലേസ് എവിടെയാണ്? ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽ. അതും അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ് വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. ഓക്കെ, ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? യെസ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഹോസ്പിറ്റൽസ് ഓഫ് ഇയർലി ഇയറിലെ ഹോസ്പിറ്റലുകളെ നമുക്ക് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 5 ടൈപ്പ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഈ ഒരു സെക്ഷൻ മിക്ക എക്സാമിനും ഇത് മാറി മാറി ചോദിക്കുന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലുകളെ, ഇയർലി ഇയറിലുള്ള ഹോസ്പിറ്റലുകളെ നമുക്ക് 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പേരുകൾ നോക്കാം. ഫസ്റ്റ് മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് ആണ്, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. രണ്ടാമത്തെ ഗ്രീക്ക് ഹോസ്പിറ്റൽസ്. ദെൻ മൂന്നാമത്തെ റോമൻ ഹോസ്പിറ്റൽസ്. ദെൻ ഫോർത്ത് വൺ അറബിക് ഹോസ്പിറ്റൽസ്. ദെൻ ഫിഫ്ത്ത് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. പേരുകൾ എല്ലാവരും ഒന്ന് മനസ്സിൽ പറഞ്ഞേ. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽസ്, ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഇനി ഫസ്റ്റ് നോക്കിയേ, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. Medicine as an organized being first appeared 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. ഒരു സംഘടിതമായ അസ്തിത്വം എന്ന നിലയില് തെക്ക് പടിഞ്ഞാറൻ സൗത്ത് വെസ്റ്റ് ഏഷ്യ, തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്താണ് നമ്മള് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിൻ അപ്പിയർ ആയത്, പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഇതുപോലെ ചോദിക്കാം, മെഡിസിൻ ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇവിടെയാ മെസോപ്പൊട്ടാമിയ. ആ വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സംഘടിതമായ അസ്തിത്വം എന്ന നിലയിൽ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയില് ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്താണ് വൈദ്യശാസ്ത്ര മെഡിസിൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെയാണ് മെസോപ്പൊട്ടാമിയ. വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. ഹ്യൂമറാബിസ് കോഡ് 1728 to 1686 BC. അതിന്റെ ഇയർ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല, ഇതിലൊന്ന് നോക്കി വെക്കുക. ഹ്യൂമറാബിസ് കോഡ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, നമ്മള് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച നിയമമാണ് ഹ്യൂമറാബിസ് കോഡ്. അപ്പോ ഡാഷ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ് എന്ന് ചോദിക്കാം. ഏതാണ്? ഹ്യൂമറാബിസ് കോഡ്. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലുകളില് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമമാണ് ഹ്യൂമറാബിസ് കോഡ്. അത് ഒരു ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു എയർലിസ്റ്റ് കോഡാണ് ഹ്യൂമറാബിസ് കോഡ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ എയർലിസ്റ്റ് കോഡ് ഇൻ ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റ് എഴുതിയിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു കോഡാണ് ഹ്യൂമറാബിസ് കോഡ്. അപ്പൊ ഹ്യൂമറാബിസ് കോഡ് ആണ് ഈ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമം. Dash was the rule for the practice of doctors. Hammurabi's code. Then first recorded prescription came from Sumer in ancient Babylonian. Sumer SUMER ഉള്ളൂട്ടോ, ഡബിൾ എം ഇല്ല, അതൊന്ന് കറക്റ്റ് ചെയ്തേരെ. Sumer SUMER. അപ്പൊ നമ്മുടെ ചരിത്രത്തില് രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ ഇവിടെ എന്താണ്? പുരാതന ബാബിലോണിയയിലെ സുമർ സുമറിൽ നിന്നാണ്. അതൊരു സ്ഥലമാണ് കേട്ടോ. സുമറിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് റെക്കോർഡ് കെയിം ഫ്രം സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ. ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ എവിടെന്നാ വന്നത്? സുമർ SUMER. ഓക്കെ, അത്രയും ആ പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് മെഡിസിൻ അപ്പിയർ ചെയ്തത് എവിടെയാണ്? ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിൻ ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത്, പ്രത്യക്ഷപ്പെട്ടത് മെസോപ്പൊട്ടാമിയ എന്ന സ്ഥലത്താണ്. മെസോപ്പൊട്ടാമിയ.
ഇനി മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസില് ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നിയമമാണ് ഹ്യൂമറാബിസ് കോഡ്. അത് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം എവിടെന്നാ വന്ന സുമർ, SUMER. 3 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അത് അണ്ടർലൈൻ ചെയ്തിട്ടില്ല, അത് 3ഉം അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ആണ്. പീരീഡ് 460 136 BC. പീരീഡ് ഒന്നും എക്സാമിന് ചോദിക്കൂല കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഗ്രീക്ക് ഹോസ്പിറ്റൽ നോക്കിയേ, ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. നോക്കിയേ, ഗ്രീക്ക് ഹോസ്പിറ്റലുകളില് ട്രീറ്റ്മെന്റ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? തികച്ചും മന്ത്രവാദപരമായിരുന്നു. മാജിക് റിലീജിയസ് റിച്വൽസ്, മതപരമായിട്ടുള്ള സേവനങ്ങൾ, മതപരമായിട്ട് അല്ലെങ്കിൽ മന്ത്രവാദപരമായിരുന്നു അവിടെ ട്രീറ്റ്മെന്റ്. ഗ്രീക്ക് ഹോസ്പിറ്റലുകള് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് തികച്ചും മാന്ത്രികപരമായിരുന്നു. മാന്ത്രികവും തികച്ചും മതപരമായിട്ടുള്ള ചടങ്ങുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു അവിടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഹിപ്പോക്രാറ്റസ്, ദ ഫാദർ ഓഫ് മെഡിസിൻ. എക്സാമിന് ചോദിക്കുന്ന, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ആരാ? ഹിപ്പോക്രാറ്റസ്. അണ്ടർലൈൻ ചെയ്തിട്ടേ, ദ ഫാദർ ഓഫ് മെഡിസിൻ used a logical non-religious approach to medicine. അപ്പൊ അദ്ദേഹത്തെ എന്താ, ഹിപ്പോക്രാറ്റസിനെ എന്താ ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ മെഡിസിനില് ഒരു ലോജിക്കൽ, യുക്തിപരമായിട്ടുള്ള, നോൺ റിലീജിയസ്, മതപരമല്ലാത്ത ഒരു സമീപനം മെഡിസിനിൽ കൊണ്ടുവന്നു. അതായത് ആ ഒരു ഗ്രീക്ക് ഹോസ്പിറ്റലില് അവര് ട്രീറ്റ്മെന്റ് എന്താ, ഒരു മന്ത്രവാദപരമായിരുന്നു. അത് നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? പണ്ടൊക്കെ എങ്ങനെയാ അസുഖം മാറ്റുന്നത്, എങ്ങനെ മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് പഞ്ചത്തായിലൊക്കെ ശോഭനേനെയൊക്കെ ഇല്ലേ, എന്ന് വെച്ചാൽ തികച്ചും മന്ത്രവാദമൊക്കെ ചെയ്ത് ഒക്കെയാണ് നമ്മള് എന്താ ട്രീറ്റ്മെന്റ് കൊടുത്തത്. അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ചടങ്ങുകളുടെ ഭാഗമായിരുന്നു. അപ്പൊ അവര് ശരിക്കും വിശ്വസിച്ചിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ദേവീ കോപം കൊണ്ടൊക്കെയാണ് അവിടെ അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവണത്. അപ്പൊ മന്ത്രവാദം ചെയ്ത് തന്നെ അവര് അസുഖങ്ങളൊക്കെ മാറ്റുകയും ചെയ്യുന്നത്. എന്നാൽ ഈ ഹിപ്പോക്രാറ്റസ്, അദ്ദേഹത്തെയാണ് നമ്മുടെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് PDF കാണുന്നില്ലേ? PDF ഷെയർ ചെയ്തേക്കുന്നേ? യെസ് ഉണ്ടല്ലോ, കാണാം. അപ്പൊ അദ്ദേഹം ഹിപ്പോക്രാറ്റസ്, അദ്ദേഹത്തെയാണ് നമ്മളെ ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് ദേവീകോപം കൊണ്ടൊന്നും അല്ല രോഗങ്ങൾ ഉണ്ടാവണത്, നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും ഒക്കെയാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഹിപ്പോക്രാറ്റസ് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ മെഡിസിനില് ഒരു തികച്ചും ഒരു ലോജിക്കൽ ആയിട്ടുള്ള, ഒരു മതപരമായ അല്ലാത്ത ഒരു സമീപനം അദ്ദേഹം കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് രണ്ടാമത്തെ ഇതിനകത്ത് നമ്മള് നോക്കണം, ഈ എന്താ, ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ അത് ചോദിപ്പിക്കാം. ഹിപ്പോക്രാറ്റസിന് ഇത് ആൻസർ. പിന്നെ ഇൻ ഗ്രീക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ ഡാഷ്. എന്തിനു ബേസ് ചെയ്തായിരുന്നു? ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തായിരുന്നു? മാജിക് റിലീജിയസ് റിച്വൽസ്, തികച്ചും മാന്ത്രികവും മതപരമായിട്ടുള്ള ഒരു ചടങ്ങുകളെ ബേസ് ചെയ്തിട്ടായിരുന്നു അവിടെ ട്രീറ്റ്മെന്റ്. അദ്ദേഹം മെഡിസിന്റെ, ഹിപ്പോക്രാറ്റസ് മെഡിസിനില് ഒരു ലോജിക്കൽ ആയിട്ടുള്ള, ഒരു മതപരമായ അല്ലാത്ത ഒരു സമീപനം അദ്ദേഹം കൊണ്ടുവന്നു. ഇനി മൂന്നാമത്തേന്ന് വെച്ചാൽ റോമൻ ഹോസ്പിറ്റൽ ആണ്. റോമൻ ഹോസ്പിറ്റൽ. By 1st century BC, the Roman was the first to make institutional care of the sick and injured. സിക്ക് ആയിട്ടുള്ളവർക്ക്, ഇഞ്ചുറി, മുറിവ് സംഭവിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമാക്കാരാണ്. അതിങ്ങനെ തന്നെ ചോദിക്കുക കേട്ടോ. ഫസ്റ്റ് ടു മേക്ക് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഓഫ് സിക്ക് ആൻഡ് ഇഞ്ചുറീഡ് ഏതാണ്? റോമൻ ഹോസ്പിറ്റൽസ്. റോമാക്കാരായിരുന്നു. ഇൻ വിച്ച് പീരീഡ് എന്ന് ചോദിക്കാം അവിടെ.
കേട്ടോ. റോമൻ പീരീഡിലാണ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത്. രോഗം ബാധിച്ചവർക്ക്, മുറിവ് സംഭവിച്ചിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് റോമക്കാരാണ്. അക്കാലത്താണ് മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്. ആ ഒരു സമയത്ത് മിലിറ്ററി, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്, സ്ലേവ് അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ വന്നത് റോമൻ പീരീഡിലാണ്. ഇവിടെയും ചോദിക്കാം, ഇൻ വിച്ച് പീരീഡ് മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ്? ഏത് പീരീഡിലാ? റോമൻ പീരീഡ്. റോമൻ പീരീഡ്. അക്കാലത്ത് അടിമകൾക്കും സൈനികർക്കും വേണ്ടിയുള്ള ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. BC ഫസ്റ്റ് സെഞ്ചുറിയോട് കൂടി റോമക്കാരാണ് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത്. അക്കാലത്ത് മിലിറ്ററി ഹോസ്പിറ്റലുകളും സ്ലേവ് ഹോസ്പിറ്റലും നിലനിന്നിരുന്നു. ഇതാണ് റോമൻ ഹോസ്പിറ്റലിൽ പറയുന്നത്. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാം കേട്ടോ. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് ആരാന്ന് വെച്ചാൽ റോമക്കാരാണെന്ന് പറയാം. പിന്നെ ഏത് പീരീഡിലാണ് മിലിറ്ററി ഹോസ്പിറ്റല്, സ്ലേവ് ഹോസ്പിറ്റൽ ഒക്കെ വന്നത്? ഏത് പീരീഡിലാ? റോമൻ പീരീഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. അടുത്തത് 4th വൺ, അറബിക് ഹോസ്പിറ്റൽ. അറബിക് ഹോസ്പിറ്റൽ. The Roman military hospital and the few Christian hospital were no match for the number, organization and excellence. Excellence എന്ന് പറഞ്ഞാൽ മികവ്. of the Arabic hospital. റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളും അക്കാലത്ത് ഉണ്ടായിരുന്ന ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളിലും ഒക്കെ എണ്ണത്തിന്റെ കാര്യത്തിലോ, നമ്പറിന്റെ കാര്യത്തിലോ, ഓർഗനൈസേഷന്റെ കാര്യത്തിലോ, എക്സലൻസ് മികവിന്റെ കാര്യത്തിലോ ഒന്നും അറബിക് ഹോസ്പിറ്റലിനോളം മികവുള്ളതായിരുന്നില്ല. അറബിക് ഹോസ്പിറ്റലിനോളം മികവുള്ളതായിരുന്നില്ല. റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകള്, ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകള് എന്നിവയൊക്കെ എണ്ണത്തിന്റെ കാര്യത്തിലാവട്ടെ, ഓർഗനൈസേഷന്റെ കാര്യത്തിലാവട്ടെ, എക്സലൻസ് മികവിന്റെ കാര്യത്തിലായിക്കോട്ടെ, അറബിക് ഹോസ്പിറ്റലിനോളം മികവുള്ളതായിരുന്നില്ല. അപ്പൊ ഏത് ബെറ്റർ? അറബിക് ഹോസ്പിറ്റൽ അല്ലേ? ഇതൊന്നും അറബിക് ഹോസ്പിറ്റലിനോളം മികവുള്ളതായിരുന്നില്ല. ഓക്കെ, അടുത്തത് 5ാമത്തേന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹോസ്പിറ്റൽ ആണ്. Indian hospitals. Indian hospitals. Historical record shows that efficient hospitals were built in India by 600 BC. BC 600ഓട് കൂടി, BC 600ഓട് കൂടി നമ്മള് ഇന്ത്യയില് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. Historical record shows that efficient hospitals were built in India by 600 BC. BC 600ഓട് കൂടി ഒരു ഇന്ത്യയില് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കപ്പെട്ടു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. During the Judges reign of King Ashoka, മഹാനായിട്ടുള്ള അശോക ചക്രവർത്തി, അതിന്റെ ആ ടൈമും എഴുതിയിട്ടുണ്ട്, ആ കാലഘട്ടം എഴുതിയിട്ടുണ്ട്, പീരീഡ് 273 to 232 BC. അത് ആ ഒരു ടൈമാണ്. ഇയേഴ്സ് ഒന്നും അല്ല, പീരീഡ് ഒന്നും നിങ്ങൾ അങ്ങനെ നോക്കണ്ട, നോക്കാം. During the Judges reign of King Ashoka, Indian hospital started to look like a modern hospital. അപ്പൊ മഹാനായ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തായിരുന്നു ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. അത് നോക്കാം കേട്ടോ. മഹാനായ അശോക ചക്രവർത്തിയുടെ ഭരണകാലത്തായിരുന്നു ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ ആധുനിക ഹോസ്പിറ്റലുകളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അപ്പൊ അതിനകത്ത് അവിടെ ചോദിക്കാം, കിങ് അശോക എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ആരുടെ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ ഹോസ്പിറ്റലുകൾ മോഡേൺ ഹോസ്പിറ്റലായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്? ആർക്കറിയാം? കിങ് അശോകന്റെ കാലഘട്ടത്തിലായിരുന്നു. They followed the principle of sanitation and the cesarean section were operated. അവിടെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ? നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഒരു നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിൻസിപ്പിളുകൾ ആണ് സാനിറ്റേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.
പിന്നെ സിസേറിയൻ സെക്ഷൻ അല്ലെങ്കിൽ സി സെക്ഷൻ, സിസേറിയൻ സെക്ഷൻ ഒക്കെ പെർഫോം ചെയ്തത്, ഓപ്പറേറ്റ് ചെയ്തത് ഏതാണ്? ആ ഒരു കാലഘട്ടത്തിലായിരുന്നു, അശോകന്റെ കാലഘട്ടത്തിലായിരുന്നു. ആ ഒരു പീരീഡിലാണ് they followed the principle of sanitation and cesarean section were operated. Physician were appointed one for every 10 village. നോക്കിയേ അവിടെ എങ്ങനെയാ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത് എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് വൺ ഫോർ എവരി 10 വില്ലേജ്. ഓരോ 10 വില്ലേജും, നമ്മൾ 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ, അടുത്ത 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ. അങ്ങനെയായിരുന്നു ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത്. ഫിസിഷ്യൻ വെയർ അപ്പോയിന്റഡ് വൺ ഫോർ എവരി 10 വില്ലേജ്. ഓരോ 10 വില്ലേജ് കൂടുമ്പോഴും അവിടെ ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അപ്പോയിന്റ് ചെയ്തത്. ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ് ഓഫ് ദ പോപ്പുലേഷൻ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പോപ്പുലേഷൻ, ആ ജനസംഖ്യയുടെ, ഒരു ജനങ്ങളുടെ ഒരു ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അല്ലെ, ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ എന്ന നിലയിലാണ് അവിടെ എന്ത് ചെയ്തത്? അപ്പോയിന്റ് ചെയ്തത്. ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫോം. ഇൻഫോം എന്ന് പറഞ്ഞാൽ നിരാലംബര്, ആരോരും ആശ്രയില്ലാത്തവരില്ലേ, നിരാലംബര്. ഇൻഫോം അറിയില്ലെങ്കിൽ ഒന്ന് മീനിങ് എഴുതി വെച്ചാട്ടോ. നിരാലംബര്. ഡെസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്, അഗതികള്. നിരാലംബർക്കും അഗതികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ബുദ്ധന്റെ കാലഘട്ടത്താണ്. അത് ചോദിക്കാം. ദ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ഡാഷ്. ആരാ നിർമ്മിച്ചത്? ബുദ്ധനാണ്. ബുദ്ധന്റെ കാലഘട്ടത്തിലാണ് അഗതികൾക്കും നിരാലംബർക്കും വേണ്ടി പ്രാദേശിക ഹോസ്പിറ്റലുകൾ ബുദ്ധന്റെ കാലഘട്ടത്താണ് ആരംഭിച്ചിരുന്നത്. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ അവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത് 10 വില്ലേജില് ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ആർക്കിടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റലായിട്ട് ദീപ ടെക്സ്റ്റ് കിട്ടിയില്ലേ? അത് ചിലപ്പോ ഇത്തിരി ദൂരം ഉള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ തൽക്കാലം ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഈ പറഞ്ഞ ജസ്റ്റ് ആ ഒരു വേർഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്തിടുക. നിങ്ങൾ വിഷമിക്കേണ്ട, അടുത്ത ദിവസം ടെക്സ്റ്റ് കിട്ടും. ടെക്സ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ടെക്സ്റ്റിലേക്ക് ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്പീഡ് കുറിച്ച് പറയുമോ? ഇതാണ് സ്പീഡായേ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇവിടെ നിന്ന് തന്നെ തരുമല്ലോ. അത് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിലായിരിക്കും ഇത്തിരി വായിക്കണ്ടേ. ഇപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, നമ്മള് ലാസ്റ്റത്തെ ഇന്ത്യൻ ഹോസ്പിറ്റലാണ് പറഞ്ഞത്. അവിടെ നോക്കിയേ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് ബിൽഡ് ചെയ്തത് എന്നാണ് ഇന്ത്യയില്? BC 600 കൂടിയാണ്. ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ഹോസ്പിറ്റല് BC 600 കൂടിയാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, BC 600 കൂടിയാണ് ഇന്ത്യയില് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ഓക്കെ, ഇനി അവിടെ പറഞ്ഞേക്കുന്നത് അശോകന്റെ കാര്യമാണ്. മഹാനായ അശോക ചക്രവർത്തി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ ഹോസ്പിറ്റലുകള് ഏതാണ് മോഡേൺ ഹോസ്പിറ്റലായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അറബിക് ഹോസ്പിറ്റൽ ഒന്നുകൂടി ഞാൻ പറയാം കേട്ടോ. 5 പറഞ്ഞിട്ട് ആദ്യം മുതൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. അത് ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നോട്ട് ചെയ്യാം. നോട്ട് എഴുതുന്നവരായിരിക്കും ചിലപ്പോൾ ഇത്തിരി ഇത് ഫോളോ ചെയ്യാൻ പറ്റാത്തത്. ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്നും എഴുതിയെടുക്കണ്ട, നിങ്ങള് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. ടെക്സ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ക്ലിയർ ആവുമല്ലോ. അതൊക്കെ അശോകന്റെ കാലഘട്ടത്തിലാണ് അവിടെ ഇന്ത്യൻ ഹോസ്പിറ്റലുകള് മോഡേൺ ഹോസ്പിറ്റലായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്.
കാലഘട്ടത്ത് അവിടെ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ നോക്കിയേ, പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ, സിസേറിയൻ സെക്ഷൻ, അത് അവര് അവിടെ ഫോളോ ചെയ്തു. ദെൻ അവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത് എങ്ങനെയാ, 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്, ടു സെർവ് ദ ഹെൽത്ത് കെയർ നീഡ് ഓഫ് ദ പോപ്പുലേഷൻ. പോപ്പുലേഷന്റെ ഒരു ആരോഗ്യം, ജനങ്ങളുടെ ഒരു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 10 വില്ലേജ് കൂടുമ്പോൾ ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് എന്താ, ദ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്. അഗതികൾക്കും നിരാലംബർക്കും വേണ്ടി ഒരു റീജിയണൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ബുദ്ധന്റെ കാലഘട്ടത്തിലാണ്. ആ സെന്റൻസ് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ദ റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ദ ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ഡാഷ്. ആരുടെ കാലത്താ? ബുദ്ധന്റെ കാലഘട്ടത്ത്. ഓക്കെ, അപ്പൊ നമ്മള് ഏർലി ഇറയിലെ ഹോസ്പിറ്റലുകളാണ് നമ്മൾ നോക്കിയത്. എത്ര ഹോസ്പിറ്റൽ ഉണ്ട്? 5 തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റല്, ഗ്രീക്ക് ഹോസ്പിറ്റല്, റോമൻ ഹോസ്പിറ്റല്, അറബിക് ഹോസ്പിറ്റല്, ഇന്ത്യൻ ഹോസ്പിറ്റല്. അത്രയും ക്ലിയർ ആയില്ലേ? ഏർലി ഇറയിലുള്ള ഹോസ്പിറ്റലുകൾ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്നും അതിന്റെ പേരുകളും ക്ലിയർ ആണ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് ഹോസ്പിറ്റലാണ് മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്നത് മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലില് മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത് എവിടെയാണ്? ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ, ഏൻഷ്യൻ റീജിയൻ സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ മെസൊപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ മെസൊപ്പൊട്ടാമിയ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തതാ. മെഡിസിൻ ഫസ്റ്റ് അപ്പിയർ ചെയ്തത് എവിടെയാണ്? മെസൊപ്പൊട്ടാമിയയിലാണ്. ഇനി അവിടെ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച നെയിം ഏതാ? ഹ്യൂമറാബിസ് കോഡ്. അതും അണ്ടർലൈൻ ചെയ്തതാ പറഞ്ഞു. ഡാഷ് വാസ് ദ റൂൾ ഫോർ ദ പ്രാക്ടീസ് ഓഫ് ഡോക്ടേഴ്സ്. ഏതാണ് റൂൾ? ഏതാ? ഹ്യൂമറാബിസ് കോഡ്. ഇത് ബാബിലോണിയൻ ലീഗൽ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു ഏൻഷ്യന്റ് കോഡാണ്. ഇതൊന്നും ചോദിക്കൂല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഹ്യൂമറാബിസ് കോഡാണ് മെസൊപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ചത്. പിന്നെ ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ എവിടുന്നാ വന്നത്? ഏൻഷ്യൻ ബാബിലോണിയനിലെ സുമർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സുമർ. ആ പേരും നോട്ട് ചെയ്തത്. SUMER. ഡബിൾ എം ഇല്ല, SUMER. സുമർ. സുമറിൻ ഏൻഷ്യൻ ബാബിലോണിയൻ. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത് നമ്മള് ഗ്രീക്ക് ഹോസ്പിറ്റലിലേക്കാണ് വന്നത്. ഗ്രീക്ക് ഹോസ്പിറ്റലില് എന്തിനെ ബേസ് ചെയ്തായിരുന്നു ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ എന്താണ് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞു? മാജിക് റിലീജിയസ് റിച്വൽസ്. തികച്ചും മാന്ത്രികവും മതപരമായിട്ടുള്ള ചടങ്ങുകളുടെ ഭാഗമായിരുന്നു ഇത് ട്രീറ്റ്മെന്റ് അവിടെ. അപ്പൊ അദ്ദേഹം ഇനി അവിടെ നമ്മൾ പറഞ്ഞതാണ് ഹിപ്പോക്രാറ്റസിനെ പറഞ്ഞു. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ അവിടെ ചോദിക്കാം, ദ ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. അദ്ദേഹം എന്ത് ചെയ്തു? ആ മെഡിസിനില് അദ്ദേഹം ഒരു ലോജിക്കൽ, കുറച്ചുകൂടി യുക്തിപരമായിട്ടുള്ളതും മതപരമല്ലാത്തതും നോൺ റിലീജിയസ് അപ്രോച്ച് മെഡിസിനിൽ കൊണ്ടുവന്നു. പിന്നെ മൂന്നാമത്തെ റോമൻ ഹോസ്പിറ്റലാണ്. അപ്പൊ ചോദിക്കാം, അവിടെ നമുക്ക് BC ഫസ്റ്റ് സെഞ്ചുറിയോട് കൂടി റോമാക്കാരാണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത്. ആർക്ക് വേണ്ടിയാ? ഫോർ ദ സിക്ക് ആൻഡ് ഇഞ്ചുറീസ്. ആയിട്ടുള്ളവർക്കും ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്കും വേണ്ടി ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ കൊണ്ടുവന്നത് ആരാ? റോമാക്കാരാണ്. ആ പീരീഡിലാണ് സെയിം പീരീഡിലാണ് മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റ് ചെയ്തത്. അടിമകൾക്കും അതുപോലെ തന്നെ സൈനികർക്കും വേണ്ടിയുള്ള ഹോസ്പിറ്റൽ ആ കാലഘട്ടത്തിൽ റോമൻ പീരീഡിൽ നിലനിന്നിരുന്നു. പിന്നെ അടുത്താണ് അറബിക് ഹോസ്പിറ്റൽ. അറബിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ചില റോമൻ ഹോസ്പിറ്റലുകളും ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളും ഒക്കെ നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷൻ, ആ സംഘടനയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിന്റെ എക്സലൻസ്, മികവിന്റെ കാര്യത്തിലോ ഒന്നും അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല, അല്ലെങ്കിൽ അറബിക് ഹോസ്പിറ്റലിനോളം പൊരുത്തപ്പെടുന്നില്ല. അപ്പൊ ഏതാ നല്ലത്? അറബിക് ഹോസ്പിറ്റൽ അല്ലെ. അപ്പോ റോമൻ മിലിറ്ററി ഹോസ്പിറ്റലുകളായിട്ട് ചില ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളാണെങ്കിൽ നമ്പറിന്റെ കാര്യത്തിലോ ഓർഗനൈസേഷന്റെ കാര്യത്തിലോ മികവ്, എക്സലൻസ് എന്ന് പറഞ്ഞ മികവിന്റെ കാര്യത്തിലോ ഒന്നും അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. പിന്നെ അഞ്ചാമത്തെ നമ്മൾ ഇന്ത്യൻ ഹോസ്പിറ്റലാണ് പറഞ്ഞത്.
അതിനകത്ത് പറഞ്ഞത് ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് അനുസരിച്ച് ഏകദേശം ഒരു കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റല് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തത് ഏകദേശം BC 600 കൂടിയാണ്. അവിടെ നമ്മൾ പറഞ്ഞത് ജോർജിയസ് റിഗൻ ഓഫ് കിങ് അശോക, മഹാനായ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റലായിട്ട് അറിയപ്പെട്ടിരുന്നത്. ആർക്കടെ കാലഘട്ടത്തിലാ? അശോകന്റെ കാലഘട്ടത്തില്, അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യൻ ഹോസ്പിറ്റല് മോഡേൺ ഹോസ്പിറ്റൽ ആയിട്ട് അറിയപ്പെടുന്നത്. അവിടെ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ, സിസേറിയൻ സെക്ഷൻ വേർ ഓപ്പറേറ്റഡ്. പിന്നെ അവിടെ ഫിസിഷ്യനെ അപ്പോയിന്റ് ചെയ്തത് എങ്ങനെയാ? 10 വില്ലേജില് ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത്. പിന്നെ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ആ ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് പറഞ്ഞു അതിഥികൾക്കും നിരാലംബർക്കും വേണ്ടിയിട്ട് ഒരു റീജിയണൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ആർക്കടെ കാലത്താണ്? ബുദ്ധന്റെ കാലഘട്ടത്താണ്. ആ ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഇപ്പൊ ഹിസ്റ്ററി ആണ്. നിങ്ങളൊരു കഥ കേൾക്കണ പോലെ ഒന്ന് കേട്ടിരുന്നാൽ മതി. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്നത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ടില്ല, അടുത്ത ചാപ്റ്റർ മുതലാ വരുള്ളൂ. ഇത് അതിനു മുന്നേ ഒരു ഹോസ്പിറ്റലിന്റെ ചരിത്രം, ഇത് ഹിസ്റ്ററി ആണ്, അതുകൊണ്ട് ഒന്ന് കേട്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ ബി, ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ്. ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ്, ഏജ് 500 to 1500 AD അതുവരെയുള്ളത് ഹോസ്പിറ്റലില് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ്. Hospital construction increased in Europe during the Middle Age for the following reasons. നോക്കിയേ, മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തു? ഇൻക്രീസ്ഡ്, കൂടി. യൂറോപ്പില് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടി മിഡിൽ ഏജോട് കൂടി. ഓക്കെ, ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ വെയർ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് the middle ages for the following reason. ഈ താഴെ പറയുന്ന കാരണം കൊണ്ട് യൂറോപ്പില് മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടി, ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടി. ഓക്കെ, എന്താ കാരണം? ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാൻ കാരണം എന്താ? താഴെ പറയുന്നുണ്ട് 2 റീസൺ. ഫസ്റ്റ് എന്ന് പറഞ്ഞേ, പോപ്പ് ഇന്നസെന്റ് III in 1198 അഡ്വൈസ്ഡ് ആൻഡ് പെർസ്യൂഡഡ്. അഡ്വൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഉപദേശിക്കുക, ഉപദേശിക്കുക, അഡ്വൈസ്ഡ്, ഉപദേശിക്കുക. പെർസ്യൂഡഡ്, പെർസ്യൂഡഡ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അഡ്വൈസ് ആൻഡ് പെർസ്യൂഡഡ് വെൽത്തി ക്രിസ്ത്യൻ ടു ബിൽഡ് എ ഹോസ്പിറ്റൽ ഇൻ എവരി ടൗൺ. എന്ന് പറഞ്ഞേ, പോപ്പ് ഇന്നസെന്റ് III ആ ക്രിസ്ത്യൻസിനോട് എല്ലാ ടൗണിലും ഹോസ്പിറ്റല് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഉപദേശം കൊടുക്കുകയും അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ പ്രോത്സാഹനം തരികയാണെങ്കിൽ നമുക്കത് ചെയ്യാലോ, അല്ലെ? അപ്പൊ ഇതുപോലെ പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? ഉപദേശിക്കാൻ മാത്രമല്ല, പുതിയ ഹോസ്പിറ്റലുകള് എല്ലാ ടൗണിലും ഹോസ്പിറ്റല് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഉപദേശവും പ്രോത്സാഹനവും കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടി. മനസ്സിലാവുന്നില്ലേ നിങ്ങക്ക്? പോപ്പ് ഇന്നസെന്റ് III ആ ക്രിസ്ത്യൻസിനോട് എല്ലാ ടൗണിലും ഹോസ്പിറ്റല് സ്ഥാപിക്കാനായിട്ട് ഉപദേശിക്കുകയും അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും യൂറോപ്പില് ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻ കൂടി. അതൊരു കാരണ. നമ്മൾ ആരെങ്കിലും നിന്ന് പുറകെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റൂലേ? അപ്പൊ അതുപോലെ പോപ്പ് ഇന്നസെന്റ് III എന്ത് ചെയ്തു? അദ്ദേഹം ക്രിസ്ത്യൻസിന്റെ അടുത്ത് എല്ലാ ടൗണിലും ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ വേണ്ട ഉപദേശം കൊടുക്കുകയും പിന്നെ അതിനു വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ നോക്കിയേ, ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. ക്രൂസൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുരിശ് യുദ്ധക്കാര്, കുരിശ് യുദ്ധക്കാര്. ക്രൂസൈഡേഴ്സുമായിട്ടുള്ള, കുരിശ് യുദ്ധക്കാരുമായിട്ടുള്ള കച്ചവടത്തിലുള്ള വർദ്ധിച്ച വരുമാനം,
കുരിശുയുദ്ധക്കാരുമായിട്ടുള്ള കൊമേഴ്സ് വാണിജ്യത്തില് ഉള്ള അധിക വരുമാനം, ഇൻക്രീസ്ഡ് റവന്യൂ. നമ്മുടെ കയ്യിൽ പൈസ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലേ, അല്ലേ? നമ്മുടെ കയ്യിൽ കുറെ 10 ലക്ഷം രൂപയുണ്ട്, നമ്മുടെ കയ്യിൽ കുറെ കാശുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ കയ്യില് പൈസ കൂടുതലുള്ളതിന്റെ അനുസരിച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ, രണ്ടാമത്തെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാൻ രണ്ടാമത്തെ കാര്യം എന്താ, അവരുടെ കയ്യിൽ വരുമാനം ഉണ്ട്. ഇൻക്രീസ്ഡ് റവന്യൂ, വർദ്ധിച്ച വരുമാനം. അതെങ്ങനെയുണ്ടായേ? ക്രൂസൈഡേഴ്സുമായിട്ടുള്ള വാണിജ്യത്തിൽ നിന്നുള്ള അധിക വരുമാനം, ക്രൂസൈഡേഴ്സുമായിട്ടുള്ള കച്ചവടത്തിലുള്ള വർദ്ധിച്ച വരുമാനവും ഈ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള കാരണമായി. മനസ്സിലായില്ലേ? അപ്പൊ 2 പോയിന്റ്സ് അവിടെ പറഞ്ഞേക്കുന്നേ. ഒന്നാമത്തെ എന്താ കാരണം ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാൻ? പോപ്പ് ഇന്നസെന്റ് III ക്രിസ്ത്യൻസിനോട് എല്ലാ ടൗണിലും ഹോസ്പിറ്റൽ സ്ഥാപിക്കാനുള്ള ഉപദേശം കൊടുക്കുകയും അതിനു വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്തു. അതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്താ, ക്രൂസൈഡേഴ്സുമായിട്ടുള്ള കച്ചവടത്തിലുണ്ടായ അധിക വരുമാനം മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും യൂറോപ്പില് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള രണ്ടാമത്തെ റീസൺ ആയിട്ട് പറയുന്നത്. ഇൻ കോൺട്രാസ്റ്റ്, ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡ്യൂറിംഗ് ദ സെയിം പീരീഡ്, അതേ സെയിം പീരീഡിൽ തന്നെ എന്താ, സാമാന്യ വളർച്ച ഏഷ്യയിലും ആഫ്രിക്കയിലും ഉണ്ടായി. കൺസ്ട്രക്ഷൻ ഓഫ് ഇഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ള ആൻഡ് എഫിഷ്യന്റ്, കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്തു, അവിടെ നിർമ്മിക്കാൻ അന്നത്തെ റൂളേഴ്സും ക്രൂസൈഡേഴ്സും ഫോഴ്സ് ചെയ്തു പറയാം. അപ്പൊ സമാനമായ രീതിയിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും എന്ത് ചെയ്തു, അതേ ഇതുണ്ടായി. അപ്പൊ അതായത് ഒരുപാട് എഫിഷ്യന്റ് ആയിട്ടുള്ളതും എഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ളതും കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റൽ സ്ഥാപിക്കാനായിട്ട് അന്നത്തെ അവിടെ റൂളർമാരില്ലേ, അന്നത്തെ ഭരണം, അന്നത്തെ ആ ഒരു ഭരണവും ക്രൂസൈഡേഴ്സ്, കുരിശുയുദ്ധക്കാരും ഫോഴ്സ് ചെയ്തു. ഏഷ്യയിലും ആഫ്രിക്കയിലും എഫിഷ്യന്റ് ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ അന്നത്തെ ഭരണവും ക്രൂസൈഡേഴ്സ്, കുരിശുയുദ്ധക്കാരും ഫോഴ്സ് ചെയ്തു. ഓക്കെ. പിന്നെ അതിനകത്ത് മൂന്നാമത്തെ പറയുന്നത് റീനൈൻസസ് ഏജ് ആണ്. അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നുമില്ല, നമ്മുടെ മിഡിൽ ഏജ് ആയപ്പോഴേ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ കൂടാനുള്ള 2 കാരണങ്ങൾ മാത്രമാണ് അതിനകത്ത് ഒന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. 2 കാര്യങ്ങൾ പറഞ്ഞത്. അത് ക്ലിയർ അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ അതേ സമയത്ത് തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും നമ്മൾ ഒരുപാട് എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സ്ഥാപിക്കാനായിട്ട് അന്നത്തെ അന്നത്തെ ഭരണവും ക്രൂസൈഡേഴ്സും അതിനു വേണ്ടി ഫോഴ്സ് ചെയ്തു എന്നുള്ളത്. ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ റിനൈൻസസ് ഏജ്. റിനൈൻസസ് ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? റിനൈൻസസ് നവോത്ഥാന കാലഘട്ടം. നവോത്ഥാന കാലഘട്ടം 1500 to 1700 AD അതുവരെയാണ് റിനൈൻസസ് ഏജ് എന്ന് പറയുന്നത്, നവോത്ഥാന കാലഘട്ടം. The Renaissance period lasted from the 14th to 16th century. അതായത് നമ്മൾ പറഞ്ഞേക്കുന്ന 15th centuryയുടെ നമുക്ക് അവസാനം റിനൈൻസസ് ഏജ് പീരീഡ് ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, നീണ്ടു നിൽക്കുക. ഫ്രം എവിടെ നിന്ന് എവിടെ വരെയാണ്? 14th to 16th century. 14th century മുതൽ 16th century വരെ നീണ്ടു നിൽക്കുന്നതാണ് നവോത്ഥാന കാലഘട്ടം. റിനൈൻസസ് പീരീഡ് ലാസ്റ്റഡ് ഫ്രം ദ 14th to the 16th century. 14th സെഞ്ചുറി മുതൽ 16th സെഞ്ചുറി ആ ഒരു കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്നതാണ് റിനൈൻസസ് പീരീഡ് എന്ന് പറയുന്നത്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 15th century, 15th centuryയുടെ അവസാനം many cities and towns supported some kind of institutional health care. അപ്പോൾ 15th centuryയുടെ അവസാനത്തോടു കൂടി ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സ്ഥാപിക്കാനായിട്ട് ധാരാളം സിറ്റികളും ടൗണുകളും എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. The end of the 15th century, 15th centuryയുടെ അവസാനം എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സ്ഥാപിക്കാനായിട്ട് ധാരാളം സിറ്റികളും ടൗണും എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. അത്രയാണ് റിനൈൻസസ് ഏജിൽ വരുന്നത്. ആ പീരീഡ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അവിടെ ലാസ്റ്റഡ് ഫ്രം ദ 14th to 16th century.
പിന്നെ 15th സെഞ്ചുറിയുടെ അവസാനം, എൻഡ് ഓഫ് ദ 15th സെഞ്ചുറി, 15th സെഞ്ചുറിയുടെ അവസാനം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ സ്ഥാപിക്കാൻ ധാരാളം സിറ്റികളും ടൗണും എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. ഇനി അടുത്ത ഡി എന്ന് പറഞ്ഞ മോഡേൺ പീരീഡ് ആണ്. ആ പീരീഡ് ഒന്ന് നോക്കി വെക്കാം. 1750 to 1915 AD പീരീഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അതൊന്നും അങ്ങനെ കാലഘട്ടം ഒന്നും അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. അത് മോഡേൺ പീരീഡില് നമ്മൾ നോക്കേണ്ടത് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സംയോജിത ആശുപത്രി. അറിയില്ലാത്തവരൊന്ന് മീനിങ് എഴുതി വെച്ചു കേട്ടോ. ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ, സംയോജിത ആശുപത്രി എന്ന് വെച്ചാൽ എന്താ, പല ഡിപ്പാർട്ട്മെന്റുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഹോസ്പിറ്റൽ. പല ഡിപ്പാർട്ട്മെന്റുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഹോസ്പിറ്റൽ. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക വാസ് ദ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്തിട്ടെ, എപ്പോഴും ചോദിക്കാറുണ്ട്. വിച്ച് ഇസ് ദ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഇൻ അമേരിക്ക? ഏതാണ്? The first incorporated hospital in America was the Pennsylvania Hospital. Pennsylvania Hospital. Underline ചെയ്തിട്ടോ. Pennsylvania Hospital. Underline ചെയ്തോ? എല്ലാവരും ഇവിടെ ഇല്ലേ? ഹിസ്റ്ററി ആയതുകൊണ്ട് ഉറങ്ങിപ്പോയോ അവിടെ ഇരുന്ന് കഥയൊക്കെ കേട്ടിരുന്ന്? ഉണ്ട്. കുറച്ചു പേരൊക്കെ തമ്പിട്ടുണ്ട്. തമ്പിട്ടവരൊന്നും എന്തായാലും ഉറങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കാം. ഇത് കഥയായോണ്ടേ നമ്മൾ കഥ പോലെ ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് അതിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഞാൻ അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്നത്. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ബാക്കി നിങ്ങളൊരു കഥ പോലെ അങ്ങോട്ട് കേട്ട് പോയാൽ മതി. ഹിസ്റ്ററി അല്ലേ. The first incorporated hospital in America. അമേരിക്കയിലുള്ള ആദ്യത്തെ സംയോജിത ആശുപത്രി ഏതാണ്? പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ഇൻ ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലെ പെൻസിൽവേനിയ ഹോസ്പിറ്റലാണ് ആദ്യത്തെ സംയോജിത ആശുപത്രി അമേരിക്കയില്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. It is the first incorporated hospital in America. ഇതാണ് പെൻസിൽവേനിയ ഹോസ്പിറ്റൽ in Philadelphia. Massive government involvement in healthcare began in 1926 with the return of war heroes from World War I. First World War-ലെ ഹീറോസ്, ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് അന്നത്തെ ആ ഗവൺമെന്റുമായിട്ട് കൂടി ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാനായിട്ട് 1926 പ്രയത്നിച്ചു. Massive government involvement in healthcare beginning 1926 with the return of war heroes from First World War I. അതായത് ഫസ്റ്റ് വേൾഡ് വാറിലെ ഹീറോസ് അവര് ഗവൺമെന്റുമായിട്ട് കൂടി ചേർന്നിട്ട് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാനായിട്ട് എന്നാ 1926 പ്രയത്നിച്ചു. ഹെൽത്ത് കെയർ ആരംഭിക്കാൻ ഗവൺമെന്റുമായിട്ട് കൂടി ചേർന്ന് ഒരു ഹെൽത്ത് കെയർ ആരംഭിക്കാനായിട്ട് 1926 എന്ത് ചെയ്യുന്നു? പ്രയത്നിച്ചു. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ്. അപ്പൊ അതിനകത്തൊന്ന് ആ ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ ഏതാന്നുള്ളത് അതിൽ നിന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. പേരും നോട്ട് ചെയ്ത് വെക്കാം. പെൻസിൽവേനിയ ഹോസ്പിറ്റൽ എന്നുള്ളത്. ഇനി അതെവിടെയാ സ്ഥലം കൂടി ഒന്ന് നോക്കുക. ഫിലാഡൽഫിയയിലാണ് കേട്ടോ. ഇനി അടുത്ത ഹോസ്പിറ്റൽ എവല്യൂഷൻ. ഹോസ്പിറ്റല് നമുക്ക് ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്. നമുക്കൊരു എന്താ പറയാ സെനാരിയോ എന്ന് പറഞ്ഞാൽ രംഗം ഘട്ടങ്ങള്. ഹോസ്പിറ്റലിന്റെ എവല്യൂഷൻ. അപ്പൊ പണ്ട് ഇതിൽ നിന്ന് ഇന്നത്തെ ഹോസ്പിറ്റലില് വരെ എത്തിയ ഒരു പരിണാമം എവല്യൂഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഹോസ്പിറ്റൽ എവല്യൂഷൻ, ഇന്ത്യൻ സെനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്, പല പല ഘട്ടങ്ങള് രംഗങ്ങളാ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഒന്നാമത് ഇത് ഓർഡർ തന്നെയായിട്ട് നമുക്ക് 1, 2, 3 പോയിന്റ് ഇട്ടുണ്ട്. ഓരോ ഇതിനകത്തും എന്തൊക്കെയാ സംഭവിച്ചേക്കണം എന്നുള്ളത് പറയുന്നത്. Provision of institutional care to the sick was considered as provisional and spirited by early rulers. Indian scenario. First point, provision of institutional care to the sick was considered as provisional
ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. ഒരു പ്രൊവിഷണൽ ആയിട്ടുള്ള, ഒരു വ്യവസ്ഥാപരവും സ്പിരിച്വൽ, ഒരു ആത്മീയപരമായിട്ടുള്ള, ഒരു വ്യവസ്ഥാപരവും ഒരു ആത്മീയമായിട്ടുള്ള സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് കരുതിയിരുന്നത്. എങ്ങനെയാണ്? പ്രൊവിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ടു ദ സിക്ക് വാസ് കൺസിഡേർഡ് എങ്ങനെയാ? ആസ് പ്രൊവിഷണൽ ആൻഡ് സ്പിരിച്വൽ ബൈ ഏർലി റൂളേഴ്സ്. ഒരു വ്യവസ്ഥാപരവും ആത്മീയമായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് കരുതിയിരുന്നത്. അതില് രണ്ടാമത്തെ ഇതിനകത്ത് വരുന്ന ആർത്രയാണ്. ATRAYA ചോദിക്കാറുണ്ട് കേട്ടോ. ആർത്രയ ഇതാ ദ ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ഹു ലിവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ who lived in the University of Takshashila. തക്ഷശില യൂണിവേഴ്സിറ്റിയില് അവിടെ അവിടെ ജീവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ താമസിച്ച് അവിടെ ഒരു ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ, ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ടീച്ചർ, അതാണ് ആർത്രയ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ ലിവ്ഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ആർത്രയ ATRAYA. ഇപ്പൊ ചോദിക്കാം, who was the first Indian physician and teacher lived in the University of Takshashila? അതാണ് ആർത്രയ. ഇനി അടുത്തത് മൂന്നാമത്തെ വരുന്നത് സിശ്രുത ചരക. കേട്ടിട്ടുണ്ടോ സിശ്രുതനെ കുറിച്ചും ചരകനെ കുറിച്ചൊക്കെ? സിശ്രുതനെയും ചരകനെയൊക്കെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ടാവല്ലോ. സിശ്രുത ചരക ഇല്ലേ? സിശ്രുതനും ചരകനൊക്കെ ഇല്ല, ആരും കേട്ടിട്ടില്ല? ആരും ഹിസ്റ്ററി ഒന്നും പഠിച്ചിട്ടില്ല. ചിലർക്ക് പഠിച്ചിട്ടുണ്ട്. എസ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം. അദ്ദേഹം നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്, നോക്കാം കേട്ടോ. സിശ്രുത ആൻഡ് ചരക. അടുത്ത് സിശ്രുതന്റെയും ചരകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. അടുത്ത ഒരു നാലാമത്തെ ഇതിനകത്ത് പറയുന്നത് കേട്ടോ. സിശ്രുത ആൻഡ് ചരക. സിശ്രുതന്റെയും ചരകന്റെയും ഒരു കാലഘട്ടം. അദ്ദേഹം നോക്കാം. ഫസ്റ്റ് നോക്കാം സിശ്രുത. അദ്ദേഹം ഫാദർ ഓഫ് സർജറി, സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് സിശ്രുത. അണ്ടർലൈൻ ചെയ്തിട്ടെ. സിശ്രുത the father of surgery. അവിടെ എക്സാമിന് ചെയ്യിക്കാം. ടെക്സ്റ്റ് ഇവിടെ ഷെയർ ചെയ്തേക്കുന്നത് കാണുന്നില്ലേ നിങ്ങള്? ഷെയർ ചെയ്തേക്കുന്നത് കാണുന്നില്ലേ? ഉണ്ടല്ലോ. പിന്നെന്താ? ശിശ്രുത. the father of surgery. ഇപ്പൊ സർജറിയുടെ കാണാലോ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് സിശ്രുതൻ. The ancient Indian surgeon. ആരാന്ന് നോക്കിയ സിശ്രുത? The ancient Indian surgeon known for his outstanding operation and technique and for his influential dissertation. Dissertation എന്ന് വെച്ചാൽ പ്രബന്ധം. അദ്ദേഹത്തിന്റെ പ്രബന്ധമാണ് ശിശ്രുത സംഹിത. ശിശ്രുതൻ രചിച്ച ഒരു പ്രബന്ധം, ഒരു ടെക്സ്റ്റ് ആണ് ശിശ്രുത സംഹിത. നോക്കിയേ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് പറഞ്ഞ? ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻസ് ആൻഡ് ടെക്നിക് ഫോർ ഹിസ് ഇൻഫ്ലുവൻഷ്യൽ ഡിസർട്ടേഷൻ. അദ്ദേഹത്തിന്റെ ആ ഒരു സർജറിയില്, അദ്ദേഹത്തിന്റെ ഒരു സർജറിയിലുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു കഴിവ്,
ഏൻഷ്യന്റ് ഇന്ത്യൻ സർജനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങള് ടെക്നിക്കുകൾ കൊണ്ടും പിന്നെ സുശ്രുത സംഹിത എന്ന് പറഞ്ഞ ആ ഒരു ടെക്സ്റ്റ് അദ്ദേഹത്തിന്റെ പ്രബന്ധമാണ്. ആ ടെക്സ്റ്റ് എഴുതിയത് അദ്ദേഹത്തിന്റെ ആ ടെക്സ്റ്റ് കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്നറിയപ്പെടുന്നത്. സുശ്രുതൻ രചിച്ച ഒരു ആയുർവേദ ഗ്രന്ഥമാണ് സുശ്രുത സംഹിത. അപ്പൊ നമ്മൾ ഇത് എന്ന് പറഞ്ഞത് ഇന്നത്തെ പറയുന്നത് നമ്മള് വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് സുശ്രുത സംഹിത. അതിനകത്ത് എന്താ നമ്മള് ശസ്ത്രക്രിയാ രീതികളെ ശസ്ത്രക്രിയനെ സംബന്ധിച്ച് രചിക്കപ്പെട്ട ആധുനിക പ്രബന്ധങ്ങളിൽ ഒന്നാണ് ഈ സുശ്രുത സംഹിത എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ഏകദേശം 300ഓളം ശസ്ത്രക്രിയാ രീതികളെ കുറിച്ചും 120 ശസ്ത്രക്രിയാ ഉപകരണങ്ങളെ കുറിച്ചും ഈ ഗ്രന്ഥത്തില് പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഏൻഷ്യന്റ് ഇന്ത്യൻ സർജനാണ് ഈ സുശ്രുത എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ഏതാണ്? സുശ്രുത സംഹിത. നോക്കി, ഇനി സുശ്രുത സംഹിത എന്ന് പറഞ്ഞ എന്താ? ദ മെയിൻ ഒറിജിൻ ഓഫ് നോളജ് അബൌട്ട് സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഏൻഷ്യന്റ് ഇന്ത്യയിലെ സർജറിനെ കുറിച്ചുള്ള നോളജ് അറിവൊക്കെ തരുന്ന ഒരു ടെക്സ്റ്റ് ആണ് ഈ സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഞാൻ എളുപ്പത്തിൽ ഓർത്തിരിക്കാം കേട്ടോ. എപ്പോഴും ചോദിക്കും നമ്മള് ആദ്യം നമ്മൾ ഓരോന്നും നിങ്ങൾ പഠിക്കുമ്പോ അതിന്റെ ഒപ്പം തന്നെ നോട്ട് ചെയ്ത് പോകുക കേട്ടോ. നമ്മള് ആദ്യത്തെ ഇതിനകത്ത് പറഞ്ഞിരുന്നത് ഇവിടെ നോക്കിയേ, ഗ്രീക്ക് ഹോസ്പിറ്റൽ പറഞ്ഞു ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. ആരാണ്? അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും ആരാണ് ഹു ഇസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഹിപ്പോക്രാറ്റസ്. രണ്ടാമത്തെ നമ്മൾ പഠിച്ചു ഹു ഇസ് ദ ഫാദർ ഓഫ് സർജറി. ആരാണ് ഫാദർ ഓഫ് സർജറി? സുശ്രുത. എസ്. സർജറിയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാ? എസ് അല്ലേ? സുശ്രുതയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാ? എസ് അല്ലേ? അപ്പൊ അത് മറന്നുപോവോ ഇനി? ഫാദർ ഓഫ് സർജറി, ഹു ഇസ് ദ ഫാദർ ഓഫ് സർജറി? ആരാണ്? സുശ്രുത. ഓക്കെ, ഏത് ഉറക്കത്തിന് ചോദിച്ചാലും പറയാൻ പാടില്ലേ? മറന്നു പോകുമോ? രണ്ടെണ്ണം പഠിച്ചോ. ഫാദർ ഓഫ് സർജറി ആരാണ്? സുശ്രുത. ഫാദർ ഓഫ് മെഡിസിൻ ആരാണ്? ഹിപ്പോക്രാറ്റസ്. രണ്ടും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എസ്. ഇതിനകത്ത് സുശ്രുത മാറിപ്പോരുത്. സർജറിയുടെ ഫാദർ ആരാണ് എന്ന് ചോദിച്ച സുശ്രുത എന്ന് തന്നെ എഴുതാം. ഓർത്തിരിക്കാനായിട്ട് എളുപ്പവഴിയാണ് ഞാൻ പറഞ്ഞത്. എസ് വെച്ച് തന്നെ തുടങ്ങുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് സർജറി. ഇനി ആരും സുശ്രുതനെ കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറയരുത്. അദ്ദേഹം ഒരു ഇന്ത്യൻ സർജനാണ്, ഏൻഷ്യന്റ് ഇന്ത്യൻ സർജനാണ് സുശ്രുത. അദ്ദേഹത്തെ ഫാദർ ഓഫ് സർജറി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രബന്ധമാണ് സുശ്രുത സംഹിത. അതില് 300ഓളം ശസ്ത്രക്രിയാ രീതികളെ കുറിച്ചും 120ഓളം ശസ്ത്രക്രിയാ ഉപകരണങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്ന ശസ്ത്രക്രിയയെ കുറിച്ച് ഒരു നല്ലൊരു അറിവൊക്കെ തരുന്ന ഒരു ടെക്സ്റ്റ് ആണ്, ഒരു പ്രബന്ധമാണ് ഈ സുശ്രുത സംഹിത എന്ന് പറയുന്നത്. ഇനി അടുത്തത് ചരകനാണ്. രണ്ടാമത്തെ ചരകൻ. Charaka was one of the main contribution to Ayurveda. ആയുർവേദത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചരക. ആയുർവേദത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചരക. ആയുർവേദ എന്താ? എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ആയുർവേദ മരുന്നൊക്കെ ആരെങ്കിലും കഴിക്കുന്നുണ്ടോ? ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ? ഇല്ല, ആരും കഴിക്കുന്നില്ല. ആയുർവേദം എന്ന് പറഞ്ഞ എന്താ? ആയുർവേദം ഇതൊരു നാച്ചുറൽ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു നാച്ചുറൽ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും പുരാതനമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം എന്ന് പറയുന്നത്. നാച്ചുറൽ മെഡിസിൻ ആണ്. ആയുർവേദം എന്ന് പറഞ്ഞ മീനിങ് തന്നെ ആയുസ്സിന്റെ വേദം എന്നാണ് ആയുർവേദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ്? ആയുസ്സിന്റെ വേദം. അതാണ് ആയുർവേദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ആയുർവേദത്തില് ഇതൊന്നും ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ. എങ്കിലും ആയുർവേദത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആയുർവേദം എന്ന് പറഞ്ഞ ആയുസ്സിന്റെ വേദം എന്നാണ് ആയുർവേദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആയുർവേദത്തിൽ പറഞ്ഞേക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വചരാചരങ്ങളും ഉണ്ടായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. പഞ്ചഭൂതാസ് കേട്ടിട്ടുണ്ടോ?
ഏതാണ്? ഭൂമി, വായു, ജലം, ആകാശം, അഗ്നി. ഇതാണ് പഞ്ചഭൂതങ്ങൾ. അപ്പൊ ഈ ആയുർവേദത്തിൽ പറയുന്ന എന്താണ്? ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും മനുഷ്യരും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. പഞ്ചഭൂതാസ്. ഭൂമി, വായു, ജലം, ആകാശം, അഗ്നി. പഞ്ചഭൂതാസ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് ശരിക്കും ആയുർവേദത്തിന്റെ ഇതാണ് നമ്മുടെ ശരിക്കും എന്താ ആയുർവേദത്തിന്റെ തത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്ത് ആയുർവേദത്തിലും ട്രീറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഒരു മനുഷ്യന്റെ ശരീരത്തില് ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് 3 ദോഷങ്ങളാണ് ഉള്ളത്. അതായത് വാദം, പിത്തം, കഫം. വാത, പിത്ത, കഫം. അപ്പൊ ഓരോ മനുഷ്യന്റെ ശരീരത്തിലും ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് എന്താ പറയുന്നത്? 3 ദോഷങ്ങളാണ് ഉള്ളത്. വാത, പിത്ത, കഫ. അപ്പൊ ഈ ഒരു ധാതുവിന്റെയൊക്കെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ അതിന്റെയൊക്കെ ഒരുപോലെയുള്ള ഒരു സമഗ്രമായ അവസ്ഥയാണ് ശരിക്കും ആരോഗ്യം. അതാണ് ആയുർവേദ സിദ്ധാന്തം പറയുന്നത്. ഓക്കെ. അപ്പോ ഈ 3 ഇതിന്റെയും ഒരു സമഗ്രമായിട്ടുള്ള ഒരു വാത, പിത്ത, കഫ, അതിന്റെ 3ന്റെയും ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവസ്ഥ, അതാണ് ഈ ആരോഗ്യം. ആരോഗ്യം എന്നാണ് ആയുർവേദ പറയുന്നത്. ഓക്കെ. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ ചരകയുടെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞത് ആയുർവേദത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഇത് ചരക. അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് പറയാം? ഫാദർ ഓഫ് ആയുർവേദ. ഇവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ഫാദർ ഓഫ് ആയുർവേദ ചരക. ഫാദർ ഓഫ് ആയുർവേദ ചരക. Okay. Was the one of the main contribution to Ayurveda. ആയുർവേദത്തിന് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചരക. അതുകൊണ്ട് അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നു. എ സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡെവലപ്ഡ് ബൈ ഏൻഷ്യന്റ് ഇന്ത്യ. ഏൻഷ്യന്റ് ഇന്ത്യ ഞാൻ പറഞ്ഞില്ല, പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ചികിത്സ, ഒരു ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ സിസ്റ്റം, നാച്ചുറൽ മെഡിസിൻ, അതാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഹി ഈസ് നോൺ ആസ് എഡിറ്റർ ഓഫ് മെഡിക്കൽ ട്രീറ്റീസ്. ട്രീറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രബന്ധം. നെയ്മഡ് ആസ് ചരക സംഹിത. അപ്പൊ ചരകന്റെ ടെക്സ്റ്റ് ഏതാ? പ്രബന്ധം ഏതാ? ചരക സംഹിത. ചരക സംഹിത. ചരക സംഹിത. ചരക സംഹിത. One of the basic texts of classical Indian medicine and Ayurveda. ആയുർവേദത്തെ കുറിച്ച് ഒക്കെ നമ്മള് ഇന്ത്യൻ മെഡിസിനെ, ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിൻ, ആയുർവേദത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ടെക്സ്റ്റ്, ബേസിക് ടെക്സ്റ്റ് ആണ് ചരക സംഹിത എന്ന് പറയുന്നത്. അപ്പോ ചരകൻ എഴുതിയ ടെക്സ്റ്റ് ചരക സംഹിത. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കി. നമ്മൾ പറഞ്ഞത് ആദ്യം മുതൽ നമ്മൾ എന്താ പറഞ്ഞേ? ഫാദർ ഓഫ് മെഡിസിൻ. മറന്നുപോയത് ഇപ്പൊ തന്നെ പഠിക്കുക എല്ലാവരും. ഫാദർ ഓഫ് മെഡിസിൻ ആരാ? ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. രണ്ടാമത്തെ പറഞ്ഞു ഫാദർ ഓഫ് സർജറി ആരാണ്? സുശ്രുത. മൂന്നാമത്തെ ഫാദർ ഓഫ് ആയുർവേദ ചരക. ഇത് 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ. എക്സാമിന് 3 മാറി മാറി ചോദിക്കുന്നതാണ്. 3 പഠിച്ചു വെക്കുക. ഇനി കൺഫ്യൂസ്ഡ് ആവരുത്, മാറിപ്പോരുത്. ഫാദർ ഓഫ് ആയുർവേദ അത് ആരാണ്? ചരക. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ഏതാണ്? ചരക സംഹിത. ചരക സംഹിത. ഓക്കെ. ഇത്രയും 5 പോയിന്റ് വരെ നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ എവല്യൂഷനില് നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നേ? ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നേ? The provision of institutional care of the sick was considered as provisional and spiritual by early rule. ഒരു ആത്മീയവും ഒരു വ്യവസ്ഥാപനമായിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാർ കരുതിയിരുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ ആത്രേയനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് ടീച്ചർ lived in the University of Takshashila, ആത്രേയ.
പിന്നെ അടുത്ത് നമ്മൾ ശുശ്രുതന്റെയും ചരകന്റെയും കാലഘട്ടത്തിലേക്ക് വന്നു. ശുശ്രുത ഫാദർ ഓഫ് സർജറി എന്നാണ് അദ്ദേഹം പറയുന്നത്, അറിയപ്പെടുന്നത്. അദ്ദേഹം എഴുതിയ ടെക്സ്റ്റ് ആണ് ശുശ്രുത സംഹിത. അതിനകത്ത് എന്താണ് നമ്മൾ സർജറിയെ കുറിച്ച് നമുക്ക് നോളജ് തരുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ ഡിസർട്ടേഷൻ, ഒരു പ്രബന്ധം ആണ് ശുശ്രുത സംഹിത. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞു ചരകൻ ആയുർവേദത്തിന് വളരെയധികം സംഭാവന നൽകിയ വ്യക്തിയാണ് ചരകൻ. അദ്ദേഹത്തെ ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ഏതാ? ചരക സംഹിത. ക്ലാസിക്കൽ ഇന്ത്യൻ മെഡിസിനെ കുറിച്ച് ആയുർവേദത്തിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ബേസിക് ടെസ്റ്റ് ആണ് ചരക സംഹിത എന്ന് പറയുന്നത്. 5 പോയിന്റ് വരെയാണ് ഹോസ്പിറ്റൽ എവല്യൂഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് എല്ലാവരും അണ്ടർലൈൻ ചെയ്തെടുത്തിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ വായിക്കണം. അടുത്ത ക്ലാസ്സിലേക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് ഹിസ്റ്ററി ആണ്, അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ വായിച്ച് പറഞ്ഞ് അതിന്റെ മെയിൻ പോയിന്റ്സ് പറഞ്ഞുള്ളൂ. നമ്മള് വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് കയറാൻ പോകുന്നത്. അത് മുഴുവൻ ഹിസ്റ്ററി ആയതുകൊണ്ട് ഒന്ന് കഥ പോലെ നിങ്ങളൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്തത് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ആ ഒരു സെക്ഷനിൽ നിന്നൊക്കെ. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. വളരെ കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ, ഒരുപാട് ഓടിച്ചെടുക്കുന്നില്ല. എടുക്കുന്നിടത്തോളം നമ്മൾ ക്ലിയർ ആക്കുക, വ്യക്തമായി മനസ്സിലാക്കുക, അണ്ടർലൈൻ ചെയ്യാനുള്ളത് കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യുക. അന്നു തന്നെ നിങ്ങൾ ക്ലാസ്സിൽ പറയുന്നത് വായിച്ചു പോവുക, നമ്മൾ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് മിസ് ജോയിൻ ചെയ്യും. ആരും എന്റെ പേര് ചോദിച്ചില്ല. ഇത് 2ാമത്തെ ക്ലാസ് അല്ലേ നമ്മുടെ? ആർക്കെങ്കിലും അറിയോ? അത് എന്റെ പേര് അറിയാവുന്നതുകൊണ്ടാണോ നിങ്ങൾ ചോദിക്കാത്ത? ഏത് മിസ്സാ എടുക്കണേന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണ്ടേ? അറിയില്ല. എന്തേ ചോദിക്കാത്ത? ആരും പേര് ചോദിക്കാത്ത എന്തേ? അശ്വതി എന്നാരാ പറഞ്ഞേ? എന്റെ പേര് രമ്യ എന്നാണ് കേട്ടോ. നമ്മള് 2 ചാപ്റ്റർ ആണ്. ഇൻട്രൊഡക്ഷൻ എടുത്തു. 2ാമത്തെ ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ ആണ്. ഓക്കെ, നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങളെ എടുക്കുന്ന 4 ടീച്ചേഴ്സാണ് നമുക്ക് നിങ്ങൾക്കുള്ളേ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ഒരാള് ഞാനാണ്. എന്റെ പേര് രമ്യ. ഓക്കെ, പിന്നെ ഒരുപാട് വിശേഷങ്ങളൊന്നും ചോദിക്കാൻ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ ഇത്രയും ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ക്ലാസ്സുകൾ പോകുന്നത്. വിശേഷം ചോദിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്ക് ക്ലാസ് ഒക്കെ ഒരുവിധമൊക്കെ ആവട്ടെ. നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, ബൈ.